ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ജസിയാസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നലെ നമ്മളൊരു ഡബിൾ പെറ്റോണിയയുടെ അൺബോക്സിങ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ തൈകൾ നമുക്ക് ഇന്നൊന്ന് റീപ്പോർട്ട് ചെയ്യാം കേട്ടോ. അതിൻ്റെ വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. റീപ്പോർട്ടിങ്ങിന് വേണ്ടി ഇതാ ഇവിടെ നല്ല ചുമന്ന മണ്ണ് എടുത്തിട്ടുണ്ട്, അതുപോലെ അല്പം മണലും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇവ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി നിങ്ങളുടെ കയ്യിൽ കുറച്ച് ചകിരിച്ചോറുണ്ടെങ്കിൽ അതൊരു അല്പം എടുത്തോളൂ. എൻ്റെ കയ്യിലില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത്. അതുപോലെ ഈ വലുപ്പത്തിൽ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. നല്ല ഹോളുള്ള ചട്ടി ആയിരിക്കണം കേട്ടോ നമ്മൾ എടുക്കാൻ, നീർവാർച്ച ഉണ്ടാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ മണ്ണിനെ നമ്മൾ നല്ല പോലെ മിക്സ് ചെയ്യണം. ചാണകപ്പൊടി ചേർത്തിട്ടില്ല കേട്ടോ, അത് കുറച്ച് കഴിഞ്ഞ് ചേർക്കാം. മണ്ണുമായിട്ടൊക്കെ തൈ ഒന്ന് സെറ്റ് ആയതിനു ശേഷം ചേർത്ത് കൊടുക്കാൻ വിചാരിച്ച്. അപ്പോൾ ഹോളുകളൊക്കെ നമ്മൾ ഇതുപോലെ കല്ല് വെച്ച് അടച്ചിട്ട് ഇനി അതിലേക്ക് മണ്ണിട്ട് കൊടുക്കണം. ഇതിൻ്റെ പകുതി ഭാഗം നമ്മൾ മണ്ണ് നിറച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് തൈ വെച്ച് കൊടുക്കാം. കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് മാറ്റി കൊടുക്കണം കേട്ടോ, വലിയ വലിയ കട്ടകളൊക്കെ. അപ്പോൾ ഇതാണ് തൈ. അപ്പോൾ ഇതിൻ്റെ ഈ കവറ് ഞാൻ ഗ്ലാസ്സാണ്, അപ്പോൾ അത് അങ്ങ് കളഞ്ഞിട്ട് നമ്മൾ പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. ഇത് വീഡിയോ എടുക്കുന്നത് ഞാൻ തനിച്ചായതുകൊണ്ടാണ് കേട്ടോ, പ്ലാൻ ചെയ്തിട്ട് പിന്നെ കാണിച്ച്. എന്നിട്ട് പിന്നെ അതിൻ്റെ ചുറ്റുഭാഗം നമ്മൾ മണ്ണൊക്കെ വെച്ച് കൊടുത്ത് ഇനി ഇങ്ങനെ ഓരോന്നും നമ്മൾ പ്ലാന്റ് ചെയ്ത് വെച്ചു. ഇത് എൻ്റെ കയ്യിൽ തട്ടി ഒടിഞ്ഞതാട്ടോ, അതിൻ്റെ ഞാൻ അവിടെ തന്നെ കുഴിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ വാങ്ങിച്ചപ്പോൾ ഒടിഞ്ഞതായിരുന്നു, അപ്പോൾ അത് ഞാൻ അവിടെ ആദ്യം തന്നെ കുഴിച്ച് വെച്ചു. അതിലൊരു മുട്ടുണ്ട്, അത് ഇനി വെള്ളം നനച്ചതിന് ശേഷം അത് നുള്ളിക്കളയണം. അപ്പോൾ ഒരു സ്പ്രേയറിൽ വെള്ളം നിറച്ച് നമുക്ക് ഇതൊന്ന് സ്പ്രേ ചെയ്ത് നനച്ച് കൊടുക്കാം കേട്ടോ. എല്ലാം ഒന്ന് നല്ലപോലെ നനയുന്ന പോലെ നനക്കണം. ഈ പ്ലാന്റ് വന്നപ്പോൾ ഉണ്ടായിരുന്ന ചകിരിച്ചോറിൽ ഞാൻ അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിരുന്നു ഇന്നലെ രാത്രി. അപ്പോൾ അതുകൊണ്ട് അതിൽ സ്വല്പം വെള്ളമുണ്ട്, അതുകൊണ്ട് വല്ലാതെ ഏറാനും പാടില്ല. അങ്ങനെ നമ്മൾ നനച്ച് കൊടുത്ത് ഇനി ഇതിനെ ഒരു തണലത്തിട്ട് മാറ്റി വെക്കണം. ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം നമുക്ക് വെയിലത്തിട്ട് പതുക്കെ മാറ്റാം കേട്ടോ. അപ്പോഴേക്കും ചെടിയൊക്കെ നന്നായിട്ടൊന്ന് സെറ്റായി വന്നോളും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.